ആദ്യം തന്നെ ട്രംപ് ഭരണകൂടം നടത്തിയ വ്യക്തത. H-1B വിസയിൽ വ്യക്തത വരുത്തി ട്രംപ് ഭരണകൂടം. നിരക്ക് വർധന ബാധകമാവുക പുതിയ അപേക്ഷകർക്കാണെന്നാണ് വിശദീകരണം. നിലവിൽ വിസയുള്ളവർ ഉടൻ മടങ്ങേണ്ടെന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. MG മിഥുൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. മിഥുൻ, കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് ഈ ഒരു നിലപാടെടുത്തപ്പോൾ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതാണ്. പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ ഇത് വലിയൊരു ആശങ്ക ഉണ്ടാകുമോ എന്ന കാര്യമൊക്കെ ഇന്ത്യ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നതാണ്. ഇപ്പോഴിതാ അതിലൊരു വിശദീകരണം ട്രംപ് വരുത്തുന്നുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ ഒരു പുതിയ വിശദീകരണവുമായിട്ട് ട്രംപ് വരാൻ സാധ്യത ഉണ്ടായിരുന്നു? ഹരി, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ ആശങ്കയ്ക്കിടയാക്കിയ ഒരു ഉത്തരവ് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ ഇന്ത്യക്കാരെയാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ച് H-1B വിസയുടെ ഉപഭോക്താക്കളായി 79% ആളുകൾ ഉള്ളത് ഇന്ത്യയിൽ നിന്നുള്ളവരാണ്, ഇന്ത്യയിൽ നിന്നുള്ള ടെക്കികളാണ് എന്നുള്ളതാണ്. വിപ്രോ, ഒപ്പം തന്നെ ഇൻഫോസിസ്, TCS അടക്കമുള്ള ഈ കമ്പനികളിൽ നിന്നുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ജോലി നോക്കുന്ന ഈ ഒരു വിസയുടെ ഭാഗമായി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി $1 ലക്ഷം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നപ്പോൾ വലിയൊരു ആശങ്ക ഉയർത്തുകയും ചെയ്ത്. പ്രത്യേകിച്ച് നിരവധി ആളുകൾ അവിടെ ഉണ്ട് ഈ H-1B വിസയുടെ ഉപഭോക്താക്കളായി. ഒപ്പം തന്നെ 3 വർഷം മുതൽ 6 വർഷം വരെയാണ് ഇതിൻ്റെ ഒരു കാലാവധി. അതായത് 3 വർഷമാണ് ആദ്യം ലഭിക്കുക, അതിനുശേഷം 6 വർഷം വരെ അത് നീട്ടിയെടുക്കാം, അങ്ങനെയാണ് വ്യവസ്ഥ ചെയ്യുകയും ചെയ്യുന്നത്. ഇതിലാണ് ഒരു ആശങ്ക ഉയർത്തുകയും ചെയ്തത്. പ്രത്യേകിച്ച് ഈ $1 ലക്ഷം ഇപ്പോൾ അവിടെ കഴിയുന്ന ആളുകൾക്ക് നൽകേണ്ടി വരുമോ? ഒപ്പം തന്നെ ഇനി റിന്യൂവലിന് വേണ്ടി കുറേ അധികം ആളുകളുണ്ട്. അതായത് 6 വർഷം പൂർത്തീകരിച്ചിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അവരൊക്കെ തന്നെ ഇനി റിന്യൂ ചെയ്യുമ്പോൾ ഈ $1 ലക്ഷം നൽകേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ പടർത്തിയിരുന്നു. അത് സംബന്ധിച്ചൊരു വ്യക്തത വൈറ്റ് ഹൗസിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ വലിയ വിമർശനങ്ങളും വലിയ വിവാദത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയതിന് പിന്നാലെയാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് തന്നെ ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തിയിരിക്കുന്നത്. അതായത് പുതിയ അപേക്ഷകർക്ക് മാത്രമാണ് ഈ $1 ലക്ഷം എന്ന ഒരു നിബന്ധന വെച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യൻ മണി 88 ലക്ഷത്തോളം രൂപ ഇനി ഈ H-1B വിസ ലഭിക്കണമെങ്കിൽ അത് അപേക്ഷകർ അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യം. അതേസമയം അവിടെ കഴിയുന്നവരൊന്നും തന്നെ തിരക്കുകൂട്ടി രാജ്യം വിടേണ്ടതില്ല എന്നുള്ളൊരു വ്യക്തത കൂടി ഇപ്പോൾ ട്രംപ് ഭരണകൂടം അറിയിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം 1990 ഈ ഒരു H-1B വിസ നടപടികൾ ആരംഭിക്കുന്നത്. അതിനുശേഷം ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള സാങ്കേതിക രംഗത്ത് നിന്നുള്ള നിരവധി ആളുകൾ, പ്രത്യേകിച്ച് ടെക്കികളാണ് ഏറ്റവും കൂടുതൽ ഈ മേഖലയിലേക്ക് ജോലി ചെയ്യുകയും ചെയ്യുന്നത്. അതിൽ 71% പേരും ഇന്ത്യയിൽ നിന്നുള്ളതാണ്. രണ്ടാമത്തെ രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. 11.51% ആളുകൾ ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് H-1B വിസയുടെ ഭാഗമായി എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു കടുത്ത നടപടിയിലേക്ക് എന്തുകൊണ്ട് ട്രംപ് ഭരണകൂടം കടന്നു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടുത്തെ കുടിയേറ്റം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ കുടിയേറ്റത്തിന് ഒരു ശമനം വരുത്തുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു നടപടി സ്വീകരിച്ചത്. മറ്റൊന്ന്, തദ്ദേശീയർക്ക് ജോലി ലഭ്യമാകുന്നില്ല എന്ന രീതിയിലുള്ള ചില വിമർശനങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നേരത്തെ ഉയരുകയും ചെയ്തതാണ്. അവർക്ക് ജോലി ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതായത് ആദ്യം തങ്ങളുടെ രാജ്യത്ത് നിന്നുള്ള പൗരന്മാർക്ക് ജോലി ലഭിക്കട്ടെ, അതിനുശേഷം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഇവിടെ ജോലി ചെയ്താൽ മതി എന്നുള്ളൊരു നിലപാടിലേക്ക് ട്രംപ് ഭരണകൂടം എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന തീരുമാനം വൈറ്റ് ഹൗസ് പുറത്തിറക്കുകയും ചെയ്യുന്നത്. അതാണ് ഇന്നലെ ഒരു ഉത്തരവായി പുറത്തെടുക്കുകയും അതിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്ത സാഹചര്യത്തിലേക്ക് പോയത്. പിന്നാലെയാണ് വലിയ ആശങ്കയൊക്കെ ഉയർത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ സംബന്ധിച്ച് വലിയ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയായിരുന്നു. അതിലൊരു വ്യക്തത ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് പ്രത്യേകിച്ച് 2020 മുതൽ 2023, പ്രത്യേകിച്ച് ആ കോവിഡ് കാലയളവിന് ശേഷം ഏകദേശം ഏറ്റവും കൂടുതൽ ഈ H-1B വിസ ലഭിച്ചതും ഇന്ത്യക്കാർക്ക് തന്നെയാണ്. ഏകദേശം 74% പേർക്കും ഇന്ത്യക്കാർക്കായിരുന്നു ഈ വിസ ലഭിച്ചത്. പക്ഷേ നിലവിൽ ആ ആശങ്കയ്ക്കൊരു പരിഹാരമായിരിക്കുന്നു. ഇതുവരെ ഉള്ളവർക്കല്ല, ഇനി അങ്ങോട്ട് H-1B വിസ അപ്ലൈ ചെയ്യുന്നവർക്കായിരിക്കും ഈ നിരക്ക് ബാധകമാവുക എന്നുള്ളതും കൂടി ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെക്കുമ്പോഴേക്കും അതിനുണ്ടാകുന്ന ഒരു പുതിയ രാഷ്ട്രീയ മാനം എന്തായിരിക്കും മിഥുൻ? അതിൻ്റെ കാര്യങ്ങളും കൂടി. ഹരി, അതായത് നിലവിലെ സാഹചര്യത്തിൽ ഒരു ആശങ്ക ഒഴിയുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം നിലവിൽ അവിടെ കഴിയുന്നവർക്ക് ഈ ഒരു വിസ നടപടിയുമായി ബന്ധപ്പെട്ട് ഈ $1 ലക്ഷം അടയ്ക്കേണ്ടതില്ല എന്നുള്ള വ്യക്തതയാണ് വന്നിരിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വിപ്രോ, ഒപ്പം തന്നെ ഇൻഫോസിസ്, TCS അടക്കമുള്ള ഈ കമ്പനികൾക്ക് അവരുടെ ജോലി ചെയ്യുന്ന ആളുകളെയൊക്കെ ഈ H-1B വിസയുടെ ആനുകൂല്യം മുതലാക്കിക്കൊണ്ട് അവിടേക്ക് അയക്കുന്നൊരു പശ്ചാത്തലമുണ്ട്, അവിടെ ജോലി നോക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് കനത്ത തിരിച്ചടിയാകാൻ പോകുന്നത് ഇനിയുള്ള പുതിയ അപേക്ഷകർക്കാണ്
എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഇത്രയും വലിയ ഭീമമായ തുക അടച്ചുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് വിടേണ്ടതുണ്ടോ എന്നുള്ള ഒരു ആലോചന സ്വാഭാവികമായും ഈ കമ്പനികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. IT കമ്പനികളൊക്കെ ചില ആശങ്ക രേഖപ്പെടുത്തി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലും ഒരു വിശദീകരണം അവരുടെ ഭാഗത്തുനിന്ന് വരുന്നു. നേരത്തെ തന്നെ ഈ കമ്പനികളുമായി IT കമ്പനികളും ഒക്കെയായി കൂടിയാലോചിച്ചതിന് ശേഷമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇക്കാര്യം അവരെ കൃത്യമായി ധരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു ഫീസ് നൽകാൻ അവർ തയ്യാറാണ് എന്നുള്ള ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചു എന്നുള്ള രീതിയിലുള്ള ചില വിശദീകരണങ്ങൾ കൂടി വൈറ്റ് ഹൗസിന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കമ്പനികളൊക്കെ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യയും US തമ്മിലുള്ള ഈ ഒരു താരിഫ് യുദ്ധം, ഒപ്പം തന്നെ താരിഫ് ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിന് പിന്നാലെ കൂടിയാണ് ഈ ഒരു വിഷയം കൂടി വരികയും ചെയ്യുന്നത്. H1B വിസയിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്ന തരത്തിലേക്ക് US മാറുകയും ചെയ്യുന്നത്. അതെല്ലാം തന്നെ അതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ H1B വിസയുടെ ഗുണഭോക്താക്കളായി ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നടപടിയാണോ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളത് ഒരു സംശയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, നിയമപരമായി ഇത് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള രീതിയിൽ ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, നേരത്തെ ഈ താരിഫ് ഏർപ്പെടുത്തിയുമായി ബന്ധപ്പെട്ട് 1977 എമർജൻസി എക്കണോമിക് ലോ പ്രകാരമായിരുന്നു അത്തരത്തിലുള്ള നടപടി ട്രംപിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ പിന്നാലെ ഫെഡറൽ കോടതി അക്കാര്യത്തിൽ ചില വ്യക്തത വരുത്തുകയും ഒപ്പം തന്നെ ട്രംപിന്റെ ആ നിലപാട് തള്ളിക്കൊണ്ട് രംഗത്ത് വരികയും വിധി പ്രസ്താവിക്കുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അത്തരത്തിലൊരു ലോ മുന്നിൽ വെച്ചുകൊണ്ട് ആ ഒരു തീരുമാനമെടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് സാധിക്കില്ല. പ്രത്യേകിച്ച് ആ ലോ പ്രകാരം പറയുന്നത് മറ്റു രാജ്യങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്താം, പക്ഷേ താരിഫ് അടക്കമുള്ള കാര്യങ്ങൾ ചുമത്താൻ അമേരിക്കൻ പ്രസിഡന്റ് അധികാരമില്ല എന്നുള്ളതാണ് ആ ഫെഡറൽ കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു തിരിച്ചടി ട്രംപിന് ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷയം കൂടി വരുന്നത്. ഇതിൽ നിയമ സാധ്യതകൾ ഇനി എത്രത്തോളം ഉണ്ട് എന്നുള്ളതടക്കം വരും മണിക്കൂറുകളിൽ നമുക്കൊരു വ്യക്തത വരും. അതിൽ എക്കാര്യത്തിലൊക്കെ എന്ത് വിശദീകരണമാണ് നൽകാൻ പോകുന്നതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഒരു ചെറിയ ആശങ്ക ഒഴുകിയിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ അവിടെ കഴിയുന്നവർക്ക്, അല്ലെങ്കിൽ നിലവിൽ ഈ ഒരു H1B വിസയിൽ തുടരുന്നവർക്കൊക്കെ ഈ ഫീസ് നിബന്ധന ആകില്ല എന്ന് തന്നെയാണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുന്നത്. പുതിയ അപേക്ഷകർക്ക് മാത്രമാണ് H1B വിസയിൽ ഇനി ഈ $1 ലക്ഷം എന്ന വലിയ ഭീമമായിട്ടുള്ള തുക നൽകേണ്ടി വരുന്നത്. എന്തായാലും വ്യക്തത വരുത്തിയിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. വൈറ്റ് ഹൗസ് എന്തായാലും നിലവിൽ ഉള്ളവർക്കല്ല ബാധകമാവുക, ഇനി അങ്ങോട്ട് അപേക്ഷകർക്കായിരിക്കും H1B വിസയിൽ ഈ ഒരു $1 ലക്ഷം എന്നുള്ള തുകയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്ക പൂർണ്ണമായിട്ടും ഒഴിയുന്നില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള താരിഫ് യുദ്ധം, അതിനുശേഷം ഇവർ തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ചയില്ലായ്മ കഴിഞ്ഞ നാളുകളായി തന്നെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയും ചൈനയുമാണ് ഏറ്റവും കൂടുതൽ H1B വിസ ഉപഭോക്താക്കൾ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങൾക്കുമുള്ള ഒരു പണിയാണോ വൈറ്റ് ഹൗസ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിലുമുണ്ട്. എന്തായാലും ഇതുവരെ പ്രത്യേകിച്ച് വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് അത് ഇന്ത്യ ഉൾപ്പെടെ അത് തുറന്നു പറയുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതിനൊരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് വൈറ്റ് ഹൗസ്. ഇനി അങ്ങോട്ട് H1B വിസ അപേക്ഷകർക്ക് ആയിരിക്കും ഈ നിരക്ക് ബാധകമാവുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശദീകരണം ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. MG മിഥുനാണ് വിശദാംശങ്ങൾ നൽകിയത്.